അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 61 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 62ാമത്തെ ആയത്താണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. ഈ പാഠഭാഗങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ പഠിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചാനലിനെ സാമ്പത്തികപരമായി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ UPI ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഈ ചാനൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ പഠിക്കാൻ പിന്നോട്ട് പോയ ആൾക്കാർ, അതായത് 61 ആയത്തുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, അത് പഠിക്കാത്തവർ എത്രയും പെട്ടെന്ന് പഠിച്ച് ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഇനി നമുക്ക് ഈ ആയത്തിന്റെ തജ്വീദ് നിന്ന് നോക്കാം. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബീന. ഇവിടെ നൂനിന് ശബ്ദമുണ്ട്, 2 ഹർക്കത്ത് മാനിച്ച് തന്നെ ഓതണം. ഇന്നല്ലദീന. അതേപോലെ വന്നസാറ, അവിടെയും നൂനിന് ശബ്ദമുണ്ട്, 2 ഹർക്കത്ത് മണിക്കണം. സ്വാദ്, റ എന്നിവ കനപ്പിച്ച് ഓതണം. അതേപോലെ സ്വാദിന് മുകളിൽ ചെറിയ അലിഫുണ്ട്, 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും. ഇവിടെ ആഖിരി റ തർക്കീക്ക് ചെയ്യണം, നേർപ്പിച്ചോദനം. ഖ കനപ്പിച്ചോദനം. സ്വാദ് കനപ്പിച്ചോദനം. അതേപോലെ സ്വാദിന് മുകളിൽ അലിഫുണ്ട്, 2 ഹർക്കത്ത് മാത്രമേ നീട്ടാൻ പാടുള്ളൂ. പിന്നെയുള്ളത് ഇഖ്ഫായിൻ്റെ നിയമമാണ്. സാലിഹം ഫലഹും, നൂനിനെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. അജ്റുഹും, ഇവിടെ ജീമിന് സുക്കൂനുള്ളത് കൊണ്ട് അവിടെ ചെറിയ കൽക്കല ശബ്ദം പ്രതിധ്വനിപ്പിക്കണം. റ തഫ്ഹീം ചെയ്യണം, കനപ്പിച്ചോദണം. ഇൻദ റബ്ബിഹിം, ഇവിടെ ഇഖ്ഫായിൻ്റെ നിയമമാണ്. ഇന്ത, അവിടെയും നൂനെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. റബ്ബിഹിം റ കനപ്പിച്ച് ഓതണം. വലാ ഖൗഫുൻ, ഇവിടെ ഖ കനപ്പിച്ച് ഓതേണ്ട അക്ഷരമാണ്. ഖൗഫുൻ അലൈഹിം, ഇവിടെ ഇൽഹാർ ചെയ്യണം. ഖൗഫുൻ അലൈഹിം. വലാഹും യഹ്സനൂൻ, അവിടെ മദ് ആറിലു സുക്കൂൻ, 4-5 ഹർക്കത്ത് നീട്ടി നൂനിന് സുക്കൂൻ കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യണം. നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ സാബികളോ ആരാകട്ടെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇതാണ് ഈ ആയത്തിൻ്റെ നേരായ അർത്ഥം. ഇനി നമുക്ക് ഇത് വേർഡ് ബൈ വേർഡ് അർത്ഥത്തിൽ നോക്കാം. ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ, ആമനു അവർ വിശ്വസിച്ചു, വല്ലദീന യാതൊരു കൂട്ടരും, ഹാദു അവർ യഹൂദികളായി, വന്നസാറ ക്രിസ്ത്യാനികളും, വസ്വാബിഈന സ്വാബികളും, മൻ ആമന അവർ വിശ്വസിച്ചു, ബില്ലാഹി അള്ളാഹുവിലും, വൽ യൗമിൽ ആഖിരി അന്ത്യദിനത്തിലും, വ അമില പ്രവർത്തിക്കുകയും ചെയ്തു, സ്വാലിഹൻ സൽക്കർമ്മം, ഫലഹും എന്നാൽ അവർക്കുണ്ട്, അജ്റുഹും അവരുടെ പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ, വലാ ഖൗഫുൻ ഒരു ഭയവുമില്ല, അലൈഹിം അവരുടെ മേൽ, വലാഹും അവർ ഇല്ലതാനും, യഹ്സനൂൻ അവർ വ്യസനിക്കും. ഇതാണ് ഈ ആയത്തിൻ്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം.
ഇനി നമുക്ക് ഈ ആയത്ത് കാണാതെ പഠിക്കാം. ഇന്നല്ലസീന ആമനു വല്ലസീന ഇന്നല്ലസീന ആമനു വല്ലസീന ഇന്നല്ലസീന ആമനു വല്ലസീന. ഇത് മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. ഓതുമ്പോൾ വിരൽ വെച്ച് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഓതണം. ഇനി ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. മനസ്സിൽ പതിഞ്ഞവർ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഹാദു വന്നസ്വാറ വസ്വാബിഈന ഹാദു വന്നസ്വാറ വസ്വാബിഈന ഹാദു വന്നസ്വാറ വസ്വാബിഈന. മനസ്സിൽ പതിയുന്നവരെ ആവർത്തിച്ച് ഓതുക. ഇനി ഒന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിയുന്നെങ്കിൽ നമുക്ക് ആ വരി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. ഇന്നല്ലസീന ആമനു വല്ലസീന ഹാദു വന്നസ്വാറ വസ്വാബിഈന ഇന്നല്ലസീന ആമനു വല്ലസീന ഹാദു വന്നസ്വാറ വസ്വാബിഈന ഇന്നല്ലസീന ആമനു വല്ലസീന ഹാദു വന്നസ്വാറ വസ്വാബിഈന. ഇതൊന്ന് കാണാതെ ഓതി നോക്കൂ. ഈ വരി മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി. ഇനി മനസ്സിൽ പതിയുന്നതുവരെ ഇത് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞവർ ഒന്ന് കാണാതെ ഓതി നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും. ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വരി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും. ഇത് ഒന്ന് കാണാതെ നോക്കൂ. ഈ വരി മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം. ഇനി ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പറയുന്നത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വലാഹും യഹ്സനൂൻ വഇദ് അഖദ്നാ വലാഹും യഹ്സനൂൻ വഇദ് അഖദ്നാ വലാഹും യഹ്സനൂൻ വഇദ് അഖദ്നാ. ഇതൊന്ന് കാണാതെ നോക്കൂ. മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വരി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഓതി നോക്കാം. ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ വഇദ് അഖദ്നാ ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ വഇദ് അഖദ്നാ ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ വഇദ് അഖദ്നാ. ഇതൊന്ന് കാണാതെ നോക്കൂ. ആ വരി മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി ഒന്ന് ഓതി നോക്കാം. ഇന്ന
الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون وإذ أخذنا. ഇനി ഇതൊന്ന് കാണാതെ പോയി നോക്കൂ. ഈ ആയത്ത് മനസ്സിൽ പതിയുന്നതുവരെ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. മനസ്സിൽ പതിഞ്ഞ് ഇത് ബൈഹാർട്ടായതിനു ശേഷം മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പാടുള്ളൂ. ഇനി മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ: മനഃപ്പാടമായതിനു ശേഷം ഒരു 20 തവണയെങ്കിലും നിങ്ങൾ ഇത് ആവർത്തിച്ച് ഓതണം. അതേപോലെ ഓരോ ദിവസത്തിലും നിസ്കാരത്തിലും യാത്രയിലും വെറുതെ നിൽക്കുമ്പോഴൊക്കെ പഠിച്ച ഭാഗങ്ങൾ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അത് നിങ്ങളുടെ മെമ്മറിയിൽ എന്നെന്നും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതേപോലെ പഠിച്ച ഭാഗങ്ങൾ, നിങ്ങൾ ബൈഹാർട്ടാക്കിയ ഭാഗങ്ങൾ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റാനും തപ്പിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു MP3യിൽ ഈ ആയത്തുകൾ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം ഒരു മുസാഫ് എടുത്ത് പ്ലേ ചെയ്ത് നോക്കുക. എവിടെയാണോ തെറ്റുള്ളത് ആ സമയം തന്നെ നിങ്ങൾക്ക് അത് തിരുത്തുവാനും തെറ്റ് പെട്ടെന്ന് മനസ്സിലാക്കുവാനും സാധിക്കും. പിന്നെ ഈ ആയത്തുകൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു നല്ലൊരു കാരിയുടെ MP3 അത് കേൾക്കണം, ആവർത്തിച്ച് കേൾക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഖിറാഅത്ത് ഒന്ന് ഉഷാറാകാൻ വേണ്ടിയാണ്. എത്രത്തോളം നിങ്ങളത് കേൾക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഖിറാഅത്ത് ബെറ്ററായി വരും. ഇതൊക്കെ എനിക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് അടുത്ത ആയത്തുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.